അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഈ കേസിൽ ഒരു ബിഗ് സല്യൂട്ടാണ് കേരളം അങ്ങേക്ക് നൽകുന്നത്. അത് രാഷ്ട്രീയ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ പുറകെ നിന്നതും വളരെ കൃത്യമായി മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് മകൾക്ക് നേടിക്കൊടുത്ത ആനുകൂല്യങ്ങൾ ഈ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങേക്കൊരു വലിയ സല്യൂട്ട് നൽകുകയാണ് ആദ്യം തന്നെ. നോക്കൂ, ഇപ്പോൾ CPM പറയുന്നത് ഇതൊരു രാഷ്ട്രീയമായ ആരോപണമാണ്, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്താണ് ED ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ കേസിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ലേ ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു കണക്കെന്ന് പറയുന്നത് CMRൽ നിന്നും 1,72,00,000 രൂപ വീണ കൈപ്പറ്റിയെന്നതായിരുന്നു. ഇപ്പോൾ ഈ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആ തുക എന്ന് പറയുന്നത് 2,78,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കരുതുന്നതിലും അപ്പുറത്തുള്ള ഒരു ഇടപാടാണ് CMRലും എക്സാലോജിക്കും തമ്മിൽ നടന്നിരിക്കുന്നത്, അല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ 2,72,78,00,000 രൂപ എന്ന് പറഞ്ഞാൽ എന്തോ ആവശ്യത്തിന് അക്കൗണ്ടിൽ പണം വേണം എന്നതുകൊണ്ട് വാങ്ങിയ പണമാണ്. മാത്രമല്ല, സ്ഥിരമായിട്ട് അക്കൗണ്ടിൽ കുറേ പണം കാണിക്കേണ്ട ആവശ്യം ഏത് ബിസിനസ്സുകാരനുണ്ട്. അങ്ങനെ കമ്പനിയിൽ നിന്നും വളരെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇവരുടെ ഒരു റീറ്റെയിൻഷിപ്പ് എന്ന നിലയിൽ പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പണം ഇതൊന്നുമല്ല. ഇതിൻ്റെ 100 കണക്കിന് ഇരട്ടി പണം CMRൽ നിന്ന് ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതുമാത്രമല്ല, വിദേശ അക്കൗണ്ടുകളിലേക്കുള്ള പണനിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ CMRനെതിരെ വന്നേക്കുന്ന ആക്ഷേപത്തിൽ CMRന് ധാരാളമായി മിഡിൽ ഈസ്റ്റ് കണക്ഷൻസ്, അവിടെ പണം ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ നിരവധി കണക്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് ഞാൻ നേരത്തെ ആരോപിച്ച പോലെ തന്നെ വീണയുടെ പേരിലുള്ള 2016 മുതൽ 2019 വരെയുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കണക്ഷൻസ്, അവിടെയുള്ള അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള പണം, ആ പണത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ വിവാദ കമ്പനികളെന്ന് നമ്മൾക്കെല്ലാം മനസ്സിൽ പതിഞ്ഞിട്ടുള്ള SLC ലാവലിനും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പോലും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വിശ്വസനീയമായ അറിവുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും EDയുടെ എൻട്രൻസോടുകൂടി വീണയുടെ അത്തരം അക്കൗണ്ടുകളിലേക്ക് ഞാൻ അതിൻ്റെ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ, അക്കൗണ്ട് എവിടെ എങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അന്വേഷണം വിദേശത്തേക്കും UAE-യിലേക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലേക്ക് പോയി എത്താൻ കഴിഞ്ഞാൽ കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതി കഥ പുറത്തു വരും. കാരണം ആ കാലഘട്ടങ്ങളിൽ വീണയുടെ അക്കൗണ്ടിൽ 10 കോടി രൂപയിലധികം ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാം. ലോകത്തെവിടെ പോയാലും മലയാളികളുണ്ടല്ലോ. അപ്പോൾ ആ അക്കൗണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അന്ന് അത് എന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ അത്തരം ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടല്ല. കാരണം ആ അക്കൗണ്ട് 2019 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത പണം പോലും കൈമാറിയത് എങ്ങോട്ടാണ് എന്താണെന്നുള്ളത് EDയുടെ മുമ്പിൽ ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ പരാതിന്മേലും EDയുടെ നടപടികൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം.